ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സരൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കഥ പരിചയപ്പെട്ടാലോ? നമ്മുടെ കഥയുടെ പേരാണ് ചിന്നുകൊക്കും കിട്ടുക്കുറുക്കനും. പണ്ടു പണ്ട് കിങ്ങിണിക്കാട്ടിൽ ചിന്നുകൊക്കും കിട്ടുക്കുറുക്കനും താമസിച്ചിരുന്നു. അവർ ഒറ്റ ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു, നാളെ എൻ്റെ പിറന്നാളാണ്, നീ തീർച്ചയായും വരണം കേട്ടോ. നാളെ ഞാൻ നിന്റെ വീട്ടിലെത്തിയിരിക്കും, തീർച്ച, ചിന്നുകൊക്ക് പറഞ്ഞു. ഇത് പറഞ്ഞ് അവർ രണ്ടുപേരും അവനവൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ചിന്നുകൊക്ക് കിട്ടുക്കുറുക്കൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോഴോ കിട്ടുക്കുറുക്കൻ നല്ല പായസമുണ്ടാക്കി രണ്ടുപേരുടെ മുന്നിലും വെച്ചു. പക്ഷേ കൊക്കിന് പായസം കുടിക്കാൻ കഴിഞ്ഞില്ല. കിട്ടുക്കുരങ്ങൻ അത് പരന്ന പാത്രത്തിലായിരുന്നു ചിന്നുകൊക്കിന് നൽകിയിരുന്നത്. ചിന്നുകൊക്ക് സങ്കടത്തോടെ കിട്ടുക്കുറുക്കൻ്റെ വീട്ടിൽ നിന്നും യാത്രയായി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ചിന്നുകൊക്ക് കിട്ടുക്കുറുക്കനെ കാണാനെത്തി. അടുത്ത ദിവസം എൻ്റെ പിറന്നാളാണ്, നിന്നെ ക്ഷണിക്കാനാണ് ഞാൻ എത്തിയത്, നീ വരണേ, ചിന്നുകൊക്ക് കിട്ടുക്കുറുക്കനോട് പറഞ്ഞു. ഞാൻ ഉറപ്പായും വരും, കിട്ടുക്കുറുക്കൻ ചിന്നുകൊക്കിനോട് പറഞ്ഞു. അടുത്ത ദിവസം കിട്ടുക്കുറുക്കൻ നേരത്തെ തന്നെ ചിന്നുകൊക്കിൻ്റെ വീട്ടിലെത്തി. ചിന്നുകൊക്ക് സന്തോഷത്തോടെ മീൻ സൂപ്പ് ഉണ്ടാക്കിയത് കിട്ടുക്കുറുക്കന് നൽകി. പക്ഷേ അവൾ സൂപ്പ് നൽകിയ പാത്രം വായ്വട്ടം കുറഞ്ഞതും നീളമുള്ളതുമായിരുന്നു. അതുകൊണ്ട് കിട്ടുക്കുറുക്കന് സൂപ്പ് കുടിക്കാൻ കഴിഞ്ഞതേയില്ല. അവന് ദേഷ്യം വന്നു. കിട്ടുക്കുറുക്കൻ പറഞ്ഞു, നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇത് കേട്ടപ്പോൾ ചിന്നുകൊക്ക് പറഞ്ഞു, ഞാൻ നിന്നെയല്ല, നീ എന്നെയല്ലേ ആദ്യം പറ്റിച്ചത്. ഇത് കേട്ടപ്പോൾ കിട്ടുക്കുറുക്കൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ചിന്നു, ഇനി മേലാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പഴയതുപോലെ കൂട്ടുകാർ തന്നെ ആവാം. അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ ഉറ്റ ചങ്ങാതിമാരായി കിങ്ങിണിക്കാട്ടിൽ ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. നമ്മൾ പറ്റിച്ചാൽ നമ്മളെയും മറ്റുള്ളവർ പറ്റിക്കും. കൂട്ടുകാർക്ക് നമ്മുടെ ഈ കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.